പക്ഷെ രാമബാണത്തിൽ നിന്ന് രക്ഷപ്പെട്ട ആളാ. സീതയെ ഉപേക്ഷിക്കുന്ന സമയത്ത് ഭഗവാൻ രാജാവ് എന്നുള്ള ധർമ്മത്തെ മുറുകെ പിടിക്കുകയും ഭർത്താവ് എന്നുള്ള ധർമ്മത്തെ രണ്ട് ധർമ്മം പറയുന്നു. ഏറ്റവും വിശേഷപ്പെട്ട ഒരു നിർവചനം രാമന് കൊടുക്കുന്നത് മാരീചനാണ്. രാമോ വിഗ്രഹവാൻ ധർമ്മം, അത് പറയുന്നത് മാരീചനാണ്. സീതയെ കാട്ടിൽ ഉപേക്ഷിച്ച കാര്യം പലപ്പോഴും ആൾക്കാർ പറയാറുണ്ട്, അത് ധർമ്മത്തിനെതിരാണ്. അത് അദ്ദേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷ്ണു ആണെന്നോ പരബ്രഹ്മാണോ എന്നോ പറയാതെ മാരീചൻ എടുത്ത് പറഞ്ഞത് രാമോ വിഗ്രഹവാൻ ധർമ്മ എന്നാണ്. ഈ രാമന്റെ ഏറ്റവും നല്ല ഡെഫിനിഷൻ ആയിട്ട് ഞാൻ നോക്കിക്കാണുന്നത്, രാമൻ ആരാണ് എന്ന ചോദ്യത്തിന് ഏറ്റവും മനോഹരമായിട്ട് ഉത്തരം പറഞ്ഞിട്ടുള്ളത് ധർമ്മത്തെ അദ്ദേഹം നോക്കിക്കാണുന്ന രീതിയിലും പലതരത്തിലുള്ള ഒരു മാറ്റങ്ങളും നമുക്ക് എവിടെയും കാണാൻ സാധിക്കില്ല. നമുക്കിപ്പം എളുപ്പത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ രാമന്റെ ഏറ്റവും നല്ല ഡെഫിനിഷൻ ആയിട്ട് ഞാൻ നോക്കിക്കാണുന്നത്, രാമൻ ആരാണ് എന്ന ചോദ്യത്തിന് ഏറ്റവും മനോഹരമായിട്ട് ഉത്തരം പറഞ്ഞിട്ടുള്ളത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അസുരനാണ്, ഒരു രാക്ഷസനാണ്. അദ്ദേഹത്തിന്റെ പേര് മാരീചൻ എന്നാണ്. രാവണനോട് രാമന്റെ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് മാരീചനാണ്. അത് രാമൻ പരബ്രഹ്മാണെന്നോ അല്ലെങ്കിൽ രാമൻ സീതാപതിയാണെന്നോ അല്ല. ഏറ്റവും വിശേഷപ്പെട്ട ഒരു നിർവചനം രാമന് കൊടുക്കുന്നത് മാരീചനാണ്. രാമോ വിഗ്രഹവാൻ ധർമ്മ, അത് പറയുന്നത് മാരീചനാണ്. ഞാൻ കഴിഞ്ഞ തവണയും പറഞ്ഞതോട് പറഞ്ഞെന്ന് തോന്നുന്നു. ഈ രാമബാണം എന്ന് പറയുന്ന ബാണത്തിന്റെ ശക്തി ലോകം മുഴുവൻ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. എടുക്കുമ്പോൾ 1, കൊടുക്കുമ്പോൾ 10, ചെല്ലുമ്പോൾ 100, കൊള്ളുമ്പോൾ 1000 എന്നൊക്കെ പറയാം. ഈ രാമബാണത്തിൽ നിന്ന് രക്ഷപ്പെട്ട ആൾക്കാർ ചുരുക്കാം. രാമബാണം പ്രയോഗിച്ചു എന്നുണ്ടെങ്കിൽ അയാൾ അവസാനിച്ചു എന്നർത്ഥം. രാവണൻ പോലും രാമബാണത്തിലാണ് തീരുന്നത്. പക്ഷെ രാമബാണത്തിൽ നിന്ന് രക്ഷപ്പെട്ട ആളാ മാരീചൻ. സുബാഹുവിനെയും മാരീചനെയും ഭഗവാൻ നിഗ്രഹിക്കാനുള്ള അസ്ത്രം അയക്കുമ്പോൾ സുബാഹു മരിക്കും. മാരീചനെ രാമബാണം ലോകം മൊത്തിട്ട് ഓടിച്ചു എന്നാണ്. മാരീചൻ അതിൽ നിന്ന് അഭയം പ്രാപിക്കാനായിട്ട് ഭഗവാന്റെ പാതാരവിന്ദങ്ങളെ നമസ്കരിച്ച് മാരീചൻ സ്തുതിക്കും, ഭഗവാനെ ക്ഷമിക്കണേ എന്നുള്ളത്. ആ സമയത്ത് ഭഗവാൻ രാമബാണത്തെ പിൻവലിക്കുകയും ഇനിയുള്ള കാലം നന്നായി ജീവിക്കുന്നവർ അനുഗ്രഹിക്കുകയും ചെയ്തിട്ട് പിന്നീട് രാമഭക്തനായിട്ടൊക്കെയാണ് ഒരു തരത്തിൽ മാരീചൻ ജീവിക്കുന്നത്. ആ മാരീചന്റെ അടുത്തേക്കാണ് രാവണൻ ഇങ്ങനെ ഒരു ആവശ്യം പറഞ്ഞു വരുന്നത്, അല്പസമയത്തേക്ക് രാമനെ മാറ്റാനായിട്ടൊരു മായാവേഷം ധരിച്ചു പോകാനായിട്ട്. അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്ന ഡെഫിനിഷനാണിത്. നീ പറയുന്ന രാമൻ എന്ന് പറയുന്നത് ഒരു സാധാരണ മനുഷ്യനല്ല. അദ്ദേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷ്ണു ആണെന്നോ പരബ്രഹ്മാണോ എന്നോ പറയാതെ മാരീചൻ എടുത്ത് പറഞ്ഞത് രാമോ വിഗ്രഹവാൻ ധർമ്മ എന്നാണ്. എപ്പോഴും ധർമ്മത്തെ മുറുകെ പിടിക്കുക എന്നുള്ളത് മാത്രമാണ് രാമൻ ചെയ്തിട്ടുള്ളത്. ഏത് സന്ദർഭം എടുത്ത് നോക്കുകയാണെങ്കിലും ഇപ്പൊ 2 ഉദാഹരണം, ഒരു പ്രധാനപ്പെട്ട ഉദാഹരണം എല്ലാവരും എടുത്തു പറയാറുള്ളത് ഈ സീത ഉപേക്ഷിക്കുന്ന സമയത്ത് ഭഗവാന്റെ ധർമ്മബോധത്തെ കുറിച്ചാണ്. എനിക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുള്ളത് ഈ കാട്ടിലേക്ക് പോകുന്നതിന്റെ സമയത്തുള്ള ഭഗവാന്റെ ധർമ്മബോധം അങ്ങനെ എല്ലാവരും പറഞ്ഞ് ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ നോക്കൂ, രാമനെ കാട്ടിലേക്ക് അയക്കണം, ഭരതനെ രാജാവാക്കണം. ഈ 2 ആവശ്യങ്ങളാണ് കൈകേയി മാതാവ് ദശരഥനോട് പറയുന്നത്. അദ്ദേഹത്തിന് അത് പറയാനുള്ള വ്യഥ പലപ്പോഴും ഉണ്ടാവുന്നു. അവസാനം അദ്ദേഹം രാമനോടത് പറയുമ്പോൾ രാമൻ അത് സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. അച്ഛന്റെ വാക്കിനെ അദ്ദേഹം തട്ടിക്കളയുന്നില്ല. പക്ഷെ ലക്ഷ്മണൻ പറയുന്ന വേർഷൻ ഉണ്ട്. അത് രാമായണത്തിൽ പറയുന്നത്, ഒരു രാജ്യത്തെ ഭരണാധികാരി അദ്ദേഹം സ്ത്രീജിതനോ ഉന്മത്തനോ ആയിട്ടുണ്ടെങ്കിൽ അയാളുടെ വാക്കുകൾ അനുസരിക്കേണ്ട ബാധ്യത രാജ്യത്തിന് പ്രജയ്ക്കോ രാജ്യത്തെ മറ്റ് ആളുകൾക്കോ ഇല്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള സ്ത്രീജിതനായിട്ടുള്ള ഉന്മത്താവസ്ഥയിലുള്ള രാജാവ് രാജ്യം ഭരിച്ചാൽ അപകടം ഉണ്ടാവും. അപ്പൊ അയാൾ എന്ത് ചെയ്യണം? അയാളെ ബന്ധിക്കണം എന്നാണ് ലക്ഷ്മണൻ പറയുന്നത്. വെച്ചാൽ ദശരഥനെ പൂട്ടിയിടുന്നതാണ് പറഞ്ഞതിന്റെ വ്യംഗ്യാർത്ഥം. അദ്ദേഹം പറയുന്നത് കേട്ടിട്ട് ഏട്ടാ അങ്ങ് കാട്ടിലൊന്നും പോകേണ്ട ആവശ്യമില്ല, അദ്ദേഹം ഇപ്പോഴത്തെ അദ്ദേഹത്തിന്റെ അവസ്ഥ, 1 അദ്ദേഹം സ്ത്രീജിതനാണ്, സ്ത്രീയാൽ ജയിക്കപ്പെട്ടു കൈകേയി. 2 ഈ അദ്ദേഹത്തിന്റെ അമിതമായിട്ടുള്ള ഭാര്യാ സ്നേഹം കൊണ്ട് അദ്ദേഹം ഉന്മത്താവസ്ഥയിലാണ്, അല്ലെങ്കിൽ അങ്ങനെ പിരിയുന്ന അവസ്ഥയിലും അദ്ദേഹം ഉന്മത്താവസ്ഥയിലാണ്. ഇങ്ങനെ അവസ്ഥയിലുള്ള ഒരാൾ പറഞ്ഞ കാര്യങ്ങൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, അനുസരിക്കേണ്ട യാതൊരു ബാധ്യത അങ്ങേക്കില്ല. അതാണ് ധർമ്മം എന്നാണ് പറയുന്നത്. അത് രാജാവ് അനുസരിക്കേണ്ട ആവശ്യമില്ല എന്ന് കൂടിയുണ്ട്. അങ്ങനെ ഒരു പ്രശ്നം കൂടിയുണ്ട്. അതായത് സ്ത്രീജിതനായിട്ടുള്ള ഉന്മസ്ഥാവസ്ഥയിലുള്ള ഒരു ഭരണാധികാരി പറഞ്ഞ വാക്കുകളെ അനുസരിക്കേണ്ട ധർമ്മം ആർക്കില്ല? രാജാവിനില്ല. അപ്പൊ രാമൻ ഈ ചോദ്യത്തിന് ഉത്തരമായിട്ട് പറയുന്നത്, നോക്കൂ, ഞാൻ ഇപ്പോൾ രാജാവായിട്ടില്ല, യുവരാജാവായി കഴിഞ്ഞാലാണ് ഈ ധർമ്മം എനിക്ക് വരുന്നത്. ഇപ്പൊ ഞാൻ ആരാണ്? ഞാൻ മകനാണ്. അപ്പൊ ഏത് ധർമ്മം മുറുകെ പിടിക്കണം? മകന്റെ ധർമ്മം മുറുകെ പിടിക്കണോ രാജാവിന്റെ ധർമ്മം മുറുകെ പിടിക്കണോ? ഞാൻ രാജാവായിട്ടില്ല, അതുകൊണ്ട് ഞാനിപ്പോ എന്ത് ചെയ്യുന്നു? മകന്റെ ധർമ്മം മുറുകെ പിടിക്കുന്നു, അച്ഛന്റെ വാക്കുകളെ ശിരസാവഹിക്കുന്നു. അങ്ങനെ രാമൻ. 2ാമത്തെ വേർഷൻസിൽ വരുമ്പോഴോ സീതയെ ഉപേക്ഷിക്കുന്ന സമയത്ത് ഭഗവാൻ രാജാവ് എന്നുള്ള ധർമ്മത്തെ മുറുകെ പിടിക്കുകയും ഭർത്താവ് എന്നുള്ള ധർമ്മത്തെ 2 ധർമ്മം പറയും, മുഖ്യധർമ്മം ഗൗണധർമ്മം. മുഖ്യധർമ്മത്തെയാണ് എപ്പോഴും മുറുകെ പിടിക്കുന്നത്. ഗൗണധർമ്മം വേണമെങ്കിൽ മാറ്റിക്കുന്നതിനും തെറ്റില്ല. എപ്പോഴും ഭഗവാൻ മുഖ്യധർമ്മമാണ് കണ്ടിട്ടുള്ളത്. ഇപ്പോ ഒരൊറ്റ എക്സാമ്പിളോടെ പറഞ്ഞ് നിർത്താം. എല്ലാ ആൾക്കാരും ചിന്തിക്കുന്ന ഒന്നാണ് ഈ ബാലിവധം, അല്ലെ? ബാലിയെ ഭഗവാൻ ഒളിയമ്പ് ചെയ്ത് കൊന്നത് ധർമ്മമാണോ അല്ലയോ എന്നാണ് ചോദ്യം. അത് ബാലി തന്നെ ഭഗവാനോട് മുഖത്ത് നോക്കി ചോദിക്കുന്നുണ്ട്, രാമ നീ ചെയ്തത് ശരിയാണോ? എഴുത്തച്ഛന്റെ ബാലിയാണെങ്കിൽ അത് വളരെ ഭംഗിയായിട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട്. എനിക്ക് അത് വായിക്കുമ്പോൾ പലപ്പോഴും ബാലിയോടൊരു സ്നേഹം നമുക്ക് തോന്നിപ്പോകുന്നതാണ്. കാരണം ബാലി പറയുന്നത്, രാമ ഞങ്ങൾ ഈ കാട്ടിലെ ശാഖാമൃഗങ്ങളായിട്ട് ജീവിക്കുന്ന ആളുകളാണ്,
ഞങ്ങൾ നിന്റെ നാട്ടിൽ വന്നിട്ടില്ല, നിന്നെ ആക്രമിച്ചിട്ടില്ല, നിന്റെ ഇഷ്ടബന്ധുക്കളെ ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല, ഉപദ്രവിച്ചിട്ടില്ല, നിന്റെ നാട്ടിൽ വന്ന് സ്വത്തുനാശം ഞങ്ങൾ ഉണ്ടായിട്ടില്ല. ഇതൊന്നും ചെയ്യാത്ത എന്നെ ആക്രമിച്ചത് വളരെ തെറ്റാണ്, ധർമ്മമല്ല. ഇനി എന്റെ ഭക്ഷണം, എന്നെ അങ്ങ് ഭക്ഷണമാക്കാനാണ് എന്നെ വധിച്ചതെന്നുണ്ടെങ്കിൽ കുരങ്ങന്റെ ഈ മീറ്റ് ആരും സാധാരണ ഇതിൽ എന്ത് ചെയ്യാറില്ല, ഭക്ഷണത്തിന് ഉപയോഗിക്കാറില്ല. അതുകൊണ്ട് എന്നെ ഭക്ഷണമാക്കാനുള്ള ധർമ്മം കൊണ്ടാണ് അങ്ങ് വേട്ടയാടിയതെന്നുണ്ടെങ്കിൽ അതും തെറ്റാണ്. ഇനി എല്ലാം പോട്ടെ, ചില ആൾക്കാർ ചില മൃഗങ്ങളുടെ തോല് ഉപയോഗിച്ചുകൊണ്ട് ഈ വാദ്യോപകരണങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ടല്ലോ. ഈ ചെണ്ടയ്ക്കൊക്കെ ഈ പശുവിന്റെ തോലൊക്കെ ഉപയോഗിക്കണം പറയാം. ഈ കുരങ്ങിന്റെ തൊലി കൊണ്ട് ഒരു ഉപകരണവും ഉണ്ടാക്കാറില്ല. അപ്പൊ ഏതൊക്കെ കാറ്റഗറി നോക്കിയാലും എന്നെ കൊന്നത് തെറ്റാണ് എന്നാണ് ബാലി സമർത്ഥിക്കുന്നത്. ആ സമയത്ത് ഭഗവാനൊരു ഇൻട്രൊഡക്ഷൻ ഉണ്ട്. രാമൻ പലപ്പോഴും രാമനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മൾ രാമായണത്തെ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് ഞാൻ പറയാറുണ്ട്. കാരണം ബാലിയോട് ഭഗവാൻ പറയുന്ന ഇൻട്രൊഡക്ഷൻ വേറെ രീതിയിലാണ്. ഞാൻ ആരാണെന്ന് മനസ്സിലാക്കി എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ കഥകളിയിലൊക്കെ അത് പറയുക, ഈ രാജ്യം ഭരിക്കുന്ന ഭരതൻ നാട് മുഴുവൻ പല ആളുകളെ അയച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? ധർമ്മം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഭരതൻ അയച്ച രാമനാണ് ഞാൻ എന്ന് നീ അറിയൂ എന്നാണ് പറഞ്ഞത്. അല്ലാണ്ട് ഞാൻ ഭരതന്റെ ഏട്ടനാണ്, ഞാനാണ് പണ്ട് രാജ്യം ഭരിച്ചിരുന്നത്, അല്ലെങ്കിൽ ഭരിക്കേണ്ട ആള് ഞാനായിരുന്നു, ഞാനിപ്പോ എന്നോട് അതൊന്നുമില്ല. ഒറ്റ ഡയലോഗേ ഉള്ളൂ. ഈ രാജ്യം ഭരിക്കുന്ന ഭരതൻ ധർമ്മം രക്ഷിക്കാനായിട്ട് പല സ്ഥലങ്ങളിലേക്ക് പല അയച്ചതിൽ ഒരാൾ ഞാനാണ്, എന്റെ പേര് രാമൻ എന്നാണ്. പിന്നെ എന്തിനങ്ങേ കൊന്നു? എന്നോട് എന്റെ രാജാവ് പറഞ്ഞിട്ടുള്ളത് ധർമ്മം അനുസരിച്ച് ജീവിക്കുന്നവരല്ലാത്തവരെ വധിക്കാനാണ്. സുഗ്രീവന്റെ പത്നിയായിട്ടുള്ള രൂമയെ ഭാര്യയാക്കി വെച്ചു എന്നുള്ളത് അധർമ്മമാണ്. സഹോദരന്റെ ഭാര്യയോട് ഉണ്ടാവേണ്ടത് പുത്രി വാത്സല്യമാണ്. അങ്ങ് അവളെ ഭാര്യയാക്കാൻ ശ്രമിച്ചു, അത് അധർമ്മമാണ്. അങ്ങനെ അധർമ്മം ചെയ്തിട്ടുള്ള ആള് പിന്നെ ധർമ്മം പറയാൻ പാടില്ല. ഇത് രണ്ട് വേർഷൻസിൽ നമുക്ക് കാണാം. ഇത് ഭഗവാന്റെ ഒരു പ്രത്യേകതയാണ്, ഈ ധർമ്മത്തെ മുറുകെ പിടിക്കുക എന്നുള്ളത്. അത് വേറൊരു കോൺടെക്സ്റ്റിലാണ് കൃഷ്ണൻ ചെയ്യുന്നത്. ഇതേ ചോദ്യമാണ് കർണൻ ഭഗവാനോട് ചോദിക്കുന്നത്. ഈ രഥചക്രം പോക്കുന്ന സമയത്ത് എന്നെ വധിക്കുന്നത് ശരിയാണോ, ധർമ്മമാണോ? അപ്പൊ ആ ചോദ്യം ചോദിക്കുന്ന സമയത്ത് ഭഗവാൻ തിരിച്ചു ചോദിക്കുന്നത് എന്താ? സദാസമയവും ധർമ്മം മുറുകെ പിടിച്ച ഒരാൾക്ക് മാത്രമേ ധർമ്മത്തിന്റെ മുകളിൽ അവകാശം സ്ഥാപിക്കാനുള്ള അധികാരമുള്ളൂ. ധർമ്മവും രക്ഷിതാവാണ്. ധർമ്മത്തെ രക്ഷിച്ചവരെ ധർമ്മം രക്ഷിക്കുന്നതാണ്. ഈ ദ്രൗപദിയുടെ വസ്ത്രാക്ഷേപ സമയത്ത് കർണൻ പ്രവർത്തിച്ചിട്ടുള്ള അധർമ്മമാണ്. അപ്പൊ ആ അധർമ്മത്തിന്റെ മുകളിൽ നീ നിൽക്കുകയും ഇപ്പൊ നീ ധർമ്മം പറയുകയും ചെയ്യുന്നു, അല്ലെ? അതാണ് കൃഷ്ണൻ പറയുന്ന മറുപടി. ഇവിടെ രാമൻ പറയുന്നത് എന്താണ്? ഇതേപോലെ തന്നെ ഇപ്പൊ നീ എന്നോട് ധർമ്മം പറയുന്നു, പക്ഷെ നീ ഇത്ര നേരം ചെയ്തത് എന്തായിരുന്നു? അധർമ്മമായിരുന്നു. അപ്പോ രാമൻ എപ്പോഴും മുറുകെ പിടിച്ചിട്ടുള്ളത് ധർമ്മബോധമാണ്. എന്തിന്? ലക്ഷ്മണനെ ഉപേക്ഷിക്കാൻ വരെ അദ്ദേഹം ധർമ്മബോധമാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ധർമ്മത്തിൽ ഉയർത്തി, അല്ലെങ്കിൽ ധർമ്മത്തെ ഉയർത്തി കാണിച്ച് പുതിയ തലമുറ വളരുക എന്നുള്ളതാണ് രാമായണത്തിന്റെ ഏറ്റവും മഹത്വം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വളരെ ചെറിയ ഒരു സെന്റൻസിൽ സീതയെ കാട്ടിൽ ഉപേക്ഷിച്ച കാര്യം പലപ്പോഴും ആൾക്കാർ പറയാറുണ്ട്, അത് ധർമ്മത്തിനെതിരാണ്, അത് ചെയ്യാൻ പാടില്ലായിരുന്നു, ഭാര്യയായിരുന്നു സംരക്ഷിക്കേണ്ടത് എന്ന്. അത് നമ്മുടെ ഇപ്പോഴത്തെ മനുഷ്യന്റെ ജീവിത സാഹചര്യങ്ങളെ ചേർത്തുകൊണ്ടാണ് പറയാറ്. അതൊരു കുറഞ്ഞ സെന്റൻസിൽ പറയുകയാണെങ്കിൽ അതിൽ യഥാർത്ഥത്തിൽ രാമന് ധാർമ്മികമായി തെറ്റുപറ്റി. നോക്കൂ, ഒന്നാമത് രാമായണം അല്ലെങ്കിൽ മഹാഭാരതം ഒട്ടവർ ഇതൊക്കെ പറയുന്നത് സാധാരണ ജീവിത കഥകളെ കുറിച്ചാണെന്നുള്ള ബോധ്യത്തിൽ നിന്ന് മാറി ചിന്തിക്കുക എന്നുള്ളതാണ് ഞാൻ എല്ലാവർക്കും പറയാറുള്ളത്. അതായത് വേദതത്വം തന്നെയാണ് ഇതിലൊക്കെ പറഞ്ഞിട്ടുള്ളത്, അല്ലാതെ വേറെ എന്തെങ്കിലും കാര്യങ്ങളല്ല. ഭാഗവതാണെങ്കിലും രാമായണാണെങ്കിലും ഒക്കെ തന്നെ വേദത്തിനെ സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഥാരൂപത്തിൽ അത് അവതരിപ്പിച്ചിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടിലുള്ള ഗ്രന്ഥങ്ങളാണ് ഇതൊക്കെ തന്നെ. വേദമാണ് ഇതിനകത്തൊക്കെയുള്ള കണ്ടന്റ്. ആ വേദം ഒറ്റയടിക്ക് പറയുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കാത്ത സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് കഥയുടെ രൂപത്തിൽ ഇത് പറഞ്ഞു കൊടുത്തു. അതിൽ സിമ്പിൾ ആയിട്ടുള്ള, ഇപ്പം ഹനുമാൻ സ്വാമി ഇത്രയും ദൂരം എങ്ങനെ ചാടിക്കടന്നു, ഒരു വാനരന് എങ്ങനെ സാധിക്കുമെന്ന് ചോദിക്കുന്നത് സാധാരണ കഥയായിട്ട് അതിനെ നോക്കിക്കാണുമ്പോഴാണ്. നേരെ മറിച്ച് ഹനുമാൻ മനസ്സിന്റെ പ്രതീകമാണെന്നും മനസ്സിന് തരണം ചെയ്യാൻ സാധിക്കാത്തായിട്ടുള്ള ഒരു സമുദ്രവും ഇല്ല, അല്ലെങ്കിൽ ഒരു പ്രശ്നവും ഇല്ല എന്ന് ചിന്തിക്കുമ്പോൾ അതിന് മറ്റൊരു തലത്തിലേക്ക് നമ്മൾ ഉയരുകയും ചെയ്തു. ഈ സീതയെ ഭഗവാൻ ഉപേക്ഷിക്കുന്നു എന്നുള്ള ഭാഗം വരുന്ന സമയത്തും ഇതേപോലെ ചിന്തിക്കുക എന്ന് പറയുന്നത് കഥയായിട്ട് മാത്രം നോക്കിക്കാണുന്ന ആൾക്കാർക്കാണ്. ഇതിനെ കഥയായിട്ട് കൂടി നോക്കിക്കാണാനുള്ള മനോഹാരിത ഇതിനുണ്ട് എന്നുള്ളത് അഡ്മിറ്റ് ചെയ്യുന്നു. സത്യം പറഞ്ഞ ഒരു ആദ്യ കാവ്യമാണ്, ഒരു കാവ്യത്തിന്റെ ഭംഗിയും സാഹിത്യവും ഒക്കെ രാമായണത്തിലുണ്ട്. പക്ഷെ അതിനകത്തിരിക്കുന്ന വേദതത്വത്തെ മറന്നുകൊണ്ട് അതിനെ വെറും കഥയായിട്ട് നോക്കിക്കാണുന്നത് ശരിയല്ല എന്നാണ് എന്റെ അഭിപ്രായം. അല്ല, വെറും കഥ എഴുതാൻ വേണ്ടി എഴുതിയതും അല്ലല്ലോ അത്. നോക്കൂ, അത് തന്നെ അതിന്റെ പിറവി തന്നെ രാമനാമത്തിൽ നിന്നാണ്, അല്ലെ? അപ്പൊ വാൽമീകി മഹർഷി രാമനാമം ജപിച്ചിട്ടാണ് രാമായണത്തെ കുറിച്ച് എഴുതുകയും ചെയ്യുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ പറയുന്ന കഥയായിട്ട് നോക്കി കാണുന്നവർക്ക് മനസ്സിലാക്കേണ്ട ധർമ്മബോധം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രണ്ട് ധർമ്മം പ്രധാനമായിട്ടും മനുഷ്യർക്കുണ്ട്. ഒന്ന് മുഖ്യധർമ്മം, ഒന്ന് ഗൗണധർമ്മം. ഒരു മുഖ്യധർമ്മം ആചരിക്കുന്നതിൽ കോംപ്രമൈസ് ഇല്ല. ഗൗണധർമ്മത്തിന് ആചരിക്കുന്ന സമയത്ത് മുഖ്യധർമ്മത്തിന് കോട്ടം വരുന്നുണ്ടെങ്കിൽ ഗൗണധർമ്മം ആചരിക്കാനും പാടില്ല. എപ്പോഴും മുറുകെ പിടിക്കേണ്ടത് മുഖ്യമായ ധർമ്മം. ആ ധർമ്മത്തെ നിലനിർത്തിക്കൊണ്ട് മാത്രമേ ഈ പ്രപഞ്ചത്തിന് നിലനിർത്താൻ സാധിക്കുള്ളൂ.
അപ്പൊ എപ്പോഴും മുറുകെ പിടിക്കേണ്ടത് മുഖ്യധർമ്മത്തെയാണ്. അപ്പൊ ഈ സമയത്ത് ഭർത്താവായിട്ടുള്ള രാമൻ അറിയാം സീത പരിശുദ്ധയാണ്. ഭർത്താവായിട്ടുള്ള രാമന് 110% ഉറപ്പാണ് സീതയ്ക്ക് ഒരു കളങ്കവും ഇല്ല. പക്ഷെ അവിടെ ഭഗവാൻ മുറുകെ പിടിക്കുന്നത് രാജ്യത്തെ പ്രജകളുടെ അഭിപ്രായം മാനിക്കേണ്ട രാജാവിന്റെ ധർമ്മം. എന്റെ പേരിൽ അല്ലെങ്കിൽ എന്റെ വേണ്ടപ്പെട്ടവരുടെ പേരിൽ ഒരു ശ്രുതി ഇത്തരത്തിൽ കാണുന്നത് രാജ്യത്തിനുണ്ടാക്കുന്ന ഒരു ലോസ് അല്ലെങ്കിൽ രാജ്യത്തിന്റെ അഭിമാനത്തിന് ഏൽപ്പിക്കുന്ന ക്ഷതം. ഇപ്പൊ രാജാവിന്റെ ധർമ്മം എന്ന് പറഞ്ഞാൽ രാജ്യത്തെ എപ്പോഴും ഉയർത്തിപ്പിടിക്കുക, രാജ്യത്തെ ധർമ്മം പാലിക്കുക എന്നുള്ളതാണ്. അപ്പൊ അവിടെ ഭർത്താവ് എന്നുള്ള ധർമ്മം മുഖ്യധർമ്മം അല്ല, അത് ഗൗണധർമ്മമാണ്. അത് മാറ്റിവെക്കുകയും നേരത്തെ പറഞ്ഞ മുഖ്യധർമ്മമായിട്ടുള്ള ഭരണാധികാരി എന്നുള്ള ധർമ്മം അദ്ദേഹം ഉയർത്തിപ്പിടിക്കുകയും ചെയ്തു. അപ്പോൾ അത് തന്നെയാണ് അദ്ദേഹം ലക്ഷ്മണന്റെ കാര്യത്തിലും ചെയ്തത്. പറയുമ്പോൾ ഈ ഒരു ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ആര് കയറി വന്നാൽ അയാളെ വധിക്കണം എന്നുള്ളതായിരുന്നു വാക്ക്. ആ സമയത്താണ് ലക്ഷ്മണൻ കയറി വരുന്നത്. ഭഗവാൻ വേറെ ഓപ്ഷൻ ഉണ്ടായിരുന്നു. കാരണം ധർമ്മത്തെ മുറുകെ പിടിക്കുക, ഒരാൾക്ക് വാക്ക് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വാക്കിന്റെ മുകളിൽ വേറെ ഒന്നുമില്ല. ഏറ്റവും വലിയ ധർമ്മങ്ങളിലൊന്നാണ് വാക്ക് വലിക്കുക എന്നുള്ളത്. വാക്ക് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ കൊടുക്കുന്ന വാക്ക് ആ വ്യക്തിക്ക് മാത്രമല്ല, ഈ പ്രപഞ്ചത്തിന് മുഴുവൻ ആ വാക്ക് കൊടുക്കുന്നത്. ഞാനിത് ചെയ്തുകൊള്ളാം എന്ന് പറയുന്നത് ഒരു വ്യക്തിയോട് മാത്രമല്ല, ആ വ്യക്തി എന്ന് പറഞ്ഞാലും പ്രപഞ്ചം മറക്കില്ല. ഇപ്പൊ നമ്മളെപ്പോഴും പറയില്ലേ, ചില ഉദാഹരണമായിട്ട് കണക്കാക്കിയാൽ മതി. ഇപ്പൊ നമ്മളൊരു ഹോട്ടലിലേക്ക് പോകുന്ന വിചാരിക്കുക. ആ ഹോട്ടലിലേക്ക് പോകുന്ന സമയത്ത് അവിടെ യാചകനായിട്ടുള്ള ഒരാൾ പുറത്തിരിക്കുന്നുണ്ട്. അദ്ദേഹം നമ്മളോട് ചോദിക്കുകയാണ് എന്തെങ്കിലും ഒന്ന് തരൂ. അപ്പൊ നമ്മൾ പേഴ്സ് നോക്കിയിട്ട് നമ്മൾ നോക്കുമ്പോൾ 500 നോട്ടാണ്. നമ്മളയാൾ പറയാണ് എന്റെ കയ്യിൽ ചേഞ്ച് ഇല്ല, ഞാൻ പുറത്ത് പോയിട്ട് വരുമ്പോൾ തരാം, ഇവിടെ തന്നെ ഇരുന്നോളൂ. നമ്മൾ പോയിട്ട് ഭക്ഷണം കഴിച്ച് ചേഞ്ച് കൊണ്ട് വരുന്ന സമയത്ത് ചിലപ്പോൾ ഇദ്ദേഹത്തെ ഇവിടെ കണ്ടോളന്നില്ല, അദ്ദേഹം പോയിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ പറഞ്ഞ വാക്കവിടെ നിലനിൽക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ ചിലപ്പോ അത് കൊടുക്കാനായിട്ട് നമ്മൾ ജന്മം ജനിക്കേണ്ടി വരും. കാരണം നമ്മൾ അയാൾക്ക് മാത്രം കൊടുത്തിട്ടുള്ള വാക്കല്ല, അത് യൂണിവേഴ്സിന് കൊടുത്തിട്ടുള്ള വാക്കാണ്. ഞാൻ തിരിച്ചു വരുമ്പോൾ തരാം എന്നൊരു വാക്ക് ഉറപ്പ് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഉറപ്പിനെ സത്യമാക്കാൻ വേണ്ടി പോലും ചിലപ്പോൾ നമ്മൾ ജനിക്കേണ്ടി വന്നേക്കാം എന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം ആ വാക്കിന്റെ പവറാണത്. നമ്മൾ ആ വാക്കിന് വൈഖരി എന്നുള്ള ഒരു ഭാവത്തിന് വലിയ പവറാണത്. മന്ത്രങ്ങളൊക്കെ വാക്കിന്റെ ശബ്ദരൂപത്തിൽ പുറത്തേക്ക് വരുമ്പോഴുള്ള അതിന് എനർജി സോഴ്സ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ വാക്കിന് വലിയ സത്യമാണ്. അപ്പൊ വാക്ക് കൊടുത്തു എന്നുള്ളത് കൊണ്ട് ധർമ്മം സംരക്ഷിക്കുക എന്നുള്ള വേറെ നിവൃത്തിയില്ല. അപ്പൊ സീതയെ ഭഗവാൻ മാറ്റി നിർത്തുന്ന സമയത്ത് ഭഗവാൻ എപ്പോഴും മുറുകെ പിടിച്ചിട്ടുള്ളത് ഭർത്താവിന്റെ ധർമ്മം അല്ല എന്നുള്ളത് തന്നെയാണ് അതിന്റെ ഉത്തരം. ഒന്നത് ഏറ്റവും താഴെ തലത്തിലുള്ള കാഴ്ചയാണെന്ന് മറക്കാതിരിക്കുകയും ചെയ്യുക. അതല്ല അതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് എന്നുള്ളതും പ്രത്യേകമായിട്ട് നോക്കി കാണേണ്ടതാണ്. അതിൽ വേദതത്വമാണ് പറഞ്ഞിട്ടുള്ളത്, അതെടുക്കാൻ പരമാവധി ശ്രമിക്കുക എന്നുള്ളതാണ്. ഈ രാമൻ സീതയെ ഉപേക്ഷിച്ച കഥയൊക്കെ ഇങ്ങനെ എപ്പോഴും ഉയർത്തി കാണിക്കുന്ന ആൾക്കാരോട് നമ്മൾ സുമിത്ര വാക്യം അറിയാൻ നോക്കുമ്പോൾ അത് ഏത് സുമിത്ര എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അതുകൊണ്ട് അതൊക്കെ മനസ്സിലാക്കാതെ കേവലം രാമായണത്തെ വിമർശിക്കുക എന്നുള്ളത് മാത്രം അത് അവരുടെ താല്പര്യമാണ്. പക്ഷെ അവർ കാണാതെ പോകുന്ന ഒരു രാമായണം ഉണ്ട് എന്നുള്ളത് അവർ അഡ്മിറ്റ് ചെയ്യാന്നുള്ളതേ നിവൃത്തിയുള്ളൂ. ഈ രാമായണ മാസത്തില് നമ്മളെ പുതിയ തലമുറ അവര് എന്താണ് ആചരിക്കേണ്ടത്, എന്താണ് അനുഷ്ഠിക്കേണ്ടത്, അല്ലെങ്കിൽ രാമായണത്തെ എങ്ങനെ അവർ ഈ രാമായണ മാസത്തിൽ കൈകാര്യം ചെയ്യണം? രാമായണ മാസത്തിൽ പുതിയ തലമുറ വളരെ ഭംഗിയായി നോക്കിക്കാണാൻ ശ്രമിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്ന കാര്യത്തിൽ എനിക്ക് നല്ല അഭിമാനമുണ്ട്. കാരണം പണ്ടുണ്ടായിരുന്നത് പോലെ നമ്മൾ ഒരു പരിധി വരെ കണ്ടിട്ടുള്ളത് രാമായണത്തെ ഈ സമയത്ത് വലിയ തരത്തിൽ വിമർശന വിധേയാക്കാൻ വേണ്ടി മാത്രം രാമായണത്തെ എടുത്ത് ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്ന് കേരളത്തിലും അല്ലെങ്കിൽ പൊതുസമൂഹത്തിലും പൊതുവിലുള്ള രാമായണത്തിന് കിട്ടിയിട്ടുള്ള ഒരു സ്വീകാര്യതയുണ്ട്. രാമായണത്തിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് ഒരുപാട് മഹാത്മാക്കളുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് കുറെ പേർക്കൊക്കെ മനസ്സിലായ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. സ്വാമി ചിദാനന്ദപുരിയൊക്കെ അദ്ദേഹത്തിന്റെ രാമായണ മാസ പ്രഭാഷണങ്ങളിലൊക്കെ അദ്ദേഹം എപ്പോഴും സാധാരണക്കാർക്കുള്ള സംശയ നിവൃത്തിക്കുള്ള അവസരം കൊടുക്കും. അദ്ദേഹം ചെയ്യുന്ന വലിയൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം നമുക്ക് എഴുതി കൊടുക്കാം, നമ്മുടെ സംശയങ്ങളാണ്. പലപ്പോഴും സനാതന ധർമ്മത്തിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ ഒരു അതിന്റെ പരാധീനത എന്ന് പറയുന്നത് ഉള്ളിൽ ചോദ്യം വെച്ച് ജീവിക്കുന്ന കുറെ മനുഷ്യരുടെ ഗതികേട് കൊണ്ടാണ് ഈ ധർമ്മം പലപ്പോഴും താഴേക്ക് പോയിട്ടുള്ളത്. ഉള്ളിൽ ചോദ്യമുണ്ട്, പക്ഷെ അത് പുറത്തേക്ക് പറയാനുള്ള ധൈര്യമില്ല. ഒന്നെങ്കിൽ, 2 അത് ചോദിക്കാനുള്ള ആളുകളോടുള്ള ഭയം, 3 ചോദിച്ചിട്ട് ഉത്തരം പറഞ്ഞു കൊടുക്കാത്ത ആളുകൾ. ഇങ്ങനെയുള്ള കുറെ പ്രശ്നങ്ങൾ സനാതനധർമ്മത്തിൽ ഉണ്ടായിരുന്നു. ഇന്ന് അതിനൊരു മാറ്റം വന്ന് ഇന്ന് അതൊക്കെ പറഞ്ഞു കൊടുക്കാൻ മനസ്സുള്ള ഒരുപാട് മഹാത്മാക്കൾ ഇന്ന് നമുക്ക് ചുറ്റുമുണ്ട്. അദ്ദേഹമൊക്കെ സംശയ നിവൃത്തി ചെയ്യുന്ന സമയത്ത് സാധാരണക്കാർക്ക് മനസ്സിലാവും എന്തുകൊണ്ട് രാമൻ സീതയെ ഉപേക്ഷിച്ചു, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഭാര്യയെ ഭഗവാൻ വധിച്ചു, എന്തുകൊണ്ട് ലക്ഷ്മണൻ. ഇതൊക്കെ സാധാരണക്കാർ മനസ്സിലാക്കി തുടങ്ങിയ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ പ്രത്യേകിച്ച് യുവതലമുറയ്ക്ക് അതിൽ വലിയ സ്വാധീനമുള്ളത്. കാരണം ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ ചോദിക്കുക യുവാക്കളാണ്, ഇപ്പോഴത്തെ തലമുറയിലെ കുട്ടികൾ. അങ്ങനെ എല്ലാ പ്രഭാഷണങ്ങളും പറയാറുണ്ട്. ഈ ChatGPT അല്ലെങ്കിൽ ജെമിനിയൊക്കെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ച് പറയുമ്പോൾ കുട്ടികൾ നോർമൽ ഇന്റലിജൻസ് വെച്ച് കൊടുക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാന്നുള്ള ധർമ്മമാണ് ഏറ്റവും വലിയ ധർമ്മം. കാരണം ആ ധർമ്മത്തെ അവർക്ക് കൂടെ നിൽക്കാൻ നമുക്കിപ്പോ സാധിക്കില്ല എന്നുണ്ടെങ്കിൽ നാളെ ഈ ധർമ്മത്തിന്റെ കൂടെ അവരുണ്ടാവില്ല. ആ ചോദ്യത്തിന് ഉത്തരം പറയാനുള്ള അറിവ് നേടുക എന്നുള്ളത് ഓരോ സത്സംഗത്തിന്റെയും ഓരോ ആധ്യാത്മിക സദസ്സിന്റെയും ഏറ്റവും വലിയ ഉത്തരവാദിത്വം. ഞാൻ എല്ലാവർക്കും പറയാറുണ്ട്, അതിലിപ്പോ പ്രായമുള്ള ആൾക്കാരെ വന്നിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എവിടെയും കുട്ടികളില്ലല്ലോ, കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ അവസ്ഥയില്ല.
ആ പ്രായമായിട്ടുള്ള ആൾക്കാരെ കൊണ്ട് കുട്ടികൾക്ക് പറഞ്ഞു കൊടുപ്പിക്കുക എന്നുള്ളതാണ് ആ സത്സംഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് സാധിക്കുന്ന അത്ര രാമായണത്തെ കുറിച്ച് പഠിക്കാനുള്ള അവസരങ്ങൾ ഇന്ന് യുവതലമുറയ്ക്ക് ഒരുപാട് അവൈലബിൾ ആണ്. ഒരുപാട് പ്രഭാഷണങ്ങളുണ്ട്, ഒരുപാട് ഡോക്യുമെന്റ്സ് ഇന്ന് അവൈലബിൾ ആണ്. കേവലം സാഹിത്യകൃതിയായിട്ട് അതിനെ കണ്ടു കഴിഞ്ഞാൽ വലിയ അപകടമാണ്. അപ്പൊ നമുക്ക് തോന്നും മറ്റേ ഈ രാവണൻ സ്ത്രീജിതനല്ലാത്ത രാവണനാണ്, ലങ്കയ്ക്ക് അലങ്കാരമായിട്ട് മറ്റേ സീതയെ കണ്ടു എന്നൊക്കെ ലാലടന്മാർ പറഞ്ഞിട്ടുണ്ടല്ലോ. ഒരിക്കൽ പോലും തൊട്ടില്ല. അത് എന്തുകൊണ്ടാണ് തൊടാഞ്ഞെന്നുള്ളത് രാവണന് കിട്ടിയിട്ടുള്ള ഒരു ശാപമാണെന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ രാമായണം വായിക്കണം. അല്ലാണ്ട് സാഹിത്യകൃതി വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ തോന്നുമ്പോൾ ഇദ്ദേഹം തന്നെയാണ് കേമൻ, വെറുതെ രാമനെ ഇത്ര നാൾ ആരാധിച്ച് നടന്നു, ഇനിയിപ്പോ കുറച്ചു കാലം രാവണനെ ആരാധിക്കാമെന്ന് കരുതാം. രാവണനെ ആരാധിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. അങ്ങനെ രാവണനെ ആരാധിക്കുന്ന പാരമ്പര്യമൊക്കെ ഭാരതത്തിന്റെ സനാതനത്തിൽ പലയിടത്തും ഉണ്ട്. പക്ഷേ രാവണൻ ആരാണെന്ന് മനസ്സിലാക്കുന്ന സമയത്ത് രാമനെ കുറിച്ച് നമ്മൾ നോക്കിക്കാണുന്ന ഇമേജിൽ മാറ്റം വരും. അല്ല, ഈ രാമനാണ് പ്രശ്നക്കാരൻ, രാവണനെയാണ് എനിക്കിഷ്ടം, ഞാൻ രാവണനെ ഇഷ്ടപ്പെടുന്നു. അതായത് രാവണനും സീതയെ തട്ടിക്കൊണ്ടുപോയിൽ പ്രശ്നമില്ല, തട്ടിക്കൊണ്ടുപോയിട്ട് ഒരു തരത്തിലും ഉപദ്രവിച്ചില്ല, ശരീരത്തിൽ തൊട്ടില്ല, അവളുടെ അനുമതിക്കായി ആ പ്രണയാർദ്രമായി രാവണൻ കാത്തു നിന്നു എന്നാണ് പറയുന്നത്. അപ്പൊ അതല്ലേ നല്ലത്? സീതയെ കാട്ടിൽ ഉപേക്ഷിച്ച രാമനാണോ നല്ലത്, രാവണനല്ലേ നല്ലതെന്ന് ചോദിക്കുമ്പോ അങ്ങ് പറഞ്ഞ ആ ഒരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റ് ഒന്നുകൂടി പറയാം, അത് വ്യക്തമായി ആളുകൾ കേൾക്കാൻ പറ്റില്ല. രാവണൻ എന്ന് പറയുന്ന മനുഷ്യൻ തീർച്ചയായിട്ടും അദ്ദേഹം അറിവുള്ള ആളായിരുന്നു. അദ്ദേഹത്തിന് ഒരു ബ്രാഹ്മണ പാരമ്പര്യമുണ്ട്. വെച്ചാൽ ബ്രാഹ്മണൻ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ജാത്യാലുള്ള ബ്രാഹ്മണത്വമല്ല, അദ്ദേഹം അറിവുള്ള മനുഷ്യനായിരുന്നു. അർക്കപ്രകാശമുള്ള അദ്ദേഹത്തിന് മഹാദേവനോടുള്ള ഭക്തിയിൽ ഒരു തരത്തിലുള്ള അളവുണ്ടായിരുന്നില്ല. അഗാധമായിട്ടുള്ള ഭക്തി മഹാദേവനോടുണ്ടായിരുന്നു. രാവണൻ ശിവനെ പൂജിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഒരാൾക്കും പൂജിക്കാൻ തോന്നില്ല. അത്ര ഗംഭീരമായിട്ടാണ് മഹാദേവനോടുള്ള പൂജയൊക്കെ അദ്ദേഹം നടത്തിയത്. പക്ഷെ അദ്ദേഹത്തിന് ഒരുപാട് ദുശീലങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള അദ്ദേഹത്തിന്റെ മോശം സ്വഭാവങ്ങളിൽ ഒന്നായിരുന്നു സ്ത്രീകളോടുള്ള അപ്രോച്ച്. ഒരാളുടെ കൺസെന്റിനെ കുറിച്ച് ഇന്ന് ഏറ്റവും കൂടുതൽ നമ്മൾ സംസാരിക്കുന്ന കാലമല്ലേ പറഞ്ഞത്. അപ്പൊ നമുക്ക് ഒരു പെൺകുട്ടി, അത് ഈവൻ ഭാര്യയാണെങ്കിൽ പോലും, ആ ഭാര്യ എപ്പോഴാണ് തൊടാൻ നമുക്ക് സാധിക്കുന്നത്? ആ ഭാര്യയുടെ കൺസെന്റ് വേണം. ഇപ്പൊ ഒരു ഇന്റർകോഴ്സിനോ അല്ലെങ്കിൽ ഒരു സെക്ഷൽ റിലേഷൻഷിപ്പിനോ നമ്മൾ പോകുന്ന സമയത്ത് എനിക്ക് അങ്ങനെ ഒരു ടെംപ്റ്റ് ഉള്ള ഒരു സമയമാണ്, നീ ഇത് അനുസരിക്കുക എന്നുള്ളതാണ് നിന്റെ ധർമ്മം എന്ന് പറയാൻ നമുക്ക് സാധിക്കില്ല. ഇന്നത്തെ കാലഘട്ടം നമ്മൾ ഇതിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കൺസെന്റിന് വലിയ ഒരു വാല്യൂ ഉള്ള കാലഘട്ടത്തിലാണ്. ആ കൺസെന്റിന് വാല്യൂ ഉള്ള കാലഘട്ടത്തിൽ കൺസെന്റ് ഇല്ലാണ്ട് സകല പെണ്ണുകളുടെയും പുറകെ പോയിട്ടുള്ള ആളായിരുന്നു രാമൻ. ബലപ്രയോഗം നടത്തിയുള്ളൂ. അപ്പൊ വേദവതി അദ്ദേഹം ബലാത്കാരമായിട്ട്, അദ്ദേഹം ആ പാവം വേദവതി മഹാവിഷ്ണുവിനെ ഭർത്താവായിട്ട് കിട്ടാൻ വേണ്ടി തപസ് ചെയ്യുന്ന സമയത്ത് വേദവതിയെ ബലാത്കാരമായിട്ട് കടന്നു പിടിക്കുകയും ഞാൻ അദ്ദേഹത്തെ തൊട്ടു, ഞാൻ ഒരാളെ മാത്രമേ പാണിഗ്രഹണം ചെയ്യണമെന്ന് ശബ്ദം ചെയ്തിരുന്നു, ഇനി ഞാൻ ജീവിക്കില്ല, അടുത്ത ജന്മം ഞാൻ കാരണം നിന്റെ മരണം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞ് ശപിച്ചു. അതിന്റെ കൂടെ കിട്ടിയിട്ടുള്ള ഒരുപാട് ശാപങ്ങളിൽ ഒന്നാണ് ഇനി ഒരു സ്ത്രീയെ അനുവാദം ഇല്ലാതെ, എനിക്ക് തോന്നുന്നത് അഗ്നിയാണോ ശപിച്ചതെന്ന് എനിക്കറിയില്ല, അഗ്നിയുടെ ഭാര്യയുള്ള സ്വാഹയെ രാവണൻ കയറി ബലാത്കാരം ചെയ്യുന്നത്. അപ്പൊ ഒരു സ്ത്രീയെ ഇനി ഈ പറയുന്നത് പോലെ അവരുടെ അനുവാദം ഇല്ലാതെ തൊടാനുള്ള അവസ്ഥ ഉണ്ടാവുകയാണെങ്കിലും തല പൊട്ടിത്തെറിക്കട്ടെ എന്നൊരു ശാപം കിട്ടിയിട്ടുള്ള ആളായിരുന്നു രാവണൻ. അപ്പോ ആ ശാപം ഉള്ളത് കൊണ്ട് മാത്രമാണ് അദ്ദേഹം സീതയെ തൊടാതിരുന്നത്. അതല്ലാതെ സീതയോടുള്ള ആരാധന മുതലോ അല്ലെങ്കിൽ സീതയുടെ അതേ ക്വാളിറ്റി അല്ലെങ്കിൽ സീതയേക്കാൾ, ചിലപ്പോൾ ചില ആൾക്കാർ വ്യാഖ്യാനിക്കും, സീതയേക്കാൾ ക്വാളിറ്റി ഉള്ള ആളായിരുന്നു രാവണന്റെ ഭാര്യ എന്ന് എനിക്ക് പലപ്പോഴും തോന്നുന്നു. മണ്ഡോദരി പഞ്ചകന്യകമാരിൽ ഒരാളാണ്. അതിലൊരാളാണ് സീത, അതിലൊരാളാണ് മണ്ഡോദരി. നമുക്ക് ഈ കൊണ്ടുവന്ന ആളൊപ്പം തന്നെ വീട്ടിലിരിക്കുന്ന ആളുടെ മഹത്വം കാണാതെ പോയ രാവണനുണ്ട്. മണ്ഡോദരി സദാസമയവും ധർമ്മോപദേശം ചെയ്യുന്ന ആളായിരുന്നു രാവണൻ. ഒരു ഭാര്യ എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് പലപ്പോഴും മണ്ഡോദരിയെ കണ്ട് പഠിക്കാൻ വേണ്ടി പറയാറുണ്ട്. കാരണം ഭർത്താവ് അധർമ്മം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ അധർമ്മം അധർമ്മമാണ് എന്ന് പറയാൻ ധൈര്യമുള്ളവളായിരിക്കണം ഭാര്യ. അല്ലെങ്കിൽ ഭർത്താവിന് ധർമ്മം ആചരിക്കുന്നതിൽ വീഴ്ച സംഭവിക്കുകയാണെങ്കിൽ ആ വീഴ്ചയ്ക്ക് കോമ്പൻസേറ്റ് ചെയ്യാൻ തരത്തിൽ ധർമ്മോപദേശം ചെയ്ത് ഒപ്പം നിന്ന് ആ വീഴ്ചയെ പരിഹരിക്കേണ്ടവളായിരിക്കണം ഭാര്യ. അത് ചെയ്തിട്ടുള്ള ആളാണ് മണ്ഡോദരി. പക്ഷെ ഇത് ചെയ്യാത്തൊരു ഭാര്യ നമുക്ക് മഹാഭാരതത്തിൽ കാണാം. അവരുടെ പേര് ഗാന്ധാരി എന്നാണ്. അവര് ഭർത്താവിന് സ്വമേധയാ കണ്ണ് കാണാൻ സമയത്ത് അവരും കൂടെ കണ്ണ് കെട്ടിയിട്ടുണ്ടെങ്കിൽ ഞാനും ഈ ധർമ്മം തന്നെ ആചരിക്കും. ആ ധർമ്മം അല്ല അവിടെ പറഞ്ഞത്. ഭർത്താവിന് പ്രയാസം ഉണ്ടെങ്കിൽ ആ പ്രയാസത്തെ മാറ്റാൻ ഭാര്യ 4 കണ്ണും തുറന്ന് ജീവിക്കുക എന്നുള്ളത് നിവൃത്തിയുള്ളൂ. കണ്ണും കൂടെ തുറന്നിട്ട് അങ്ങനെ തുറന്ന് ജീവിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ ദുര്യോധനാദികൾ നല്ല കുട്ടികളായിട്ട് വളരുമായിരുന്നു. ഇത് ഭാര്യയ്ക്ക് സ്വമേധയാ കണ്ണ് കാണുമായിരുന്നു, അവര് കണ്ണ് കെട്ടി, ഭർത്താവിന് കണ്ണും കാണില്ല. അന്ധരായിട്ടുള്ള മാതാപിതാക്കളുടെ മക്കളായിട്ട് വളർന്ന കൗരവരുടെ കഥയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന ഏറ്റവും വലിയൊരു കാര്യമാണല്ലോ പാരന്റിങ്, അല്ലെ? ഇപ്പൊ ബാഡ് പാരന്റിങ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ കൗരവരെ നോക്കിയാൽ മതി. അല്ലെങ്കിൽ ഏറ്റവും ബാഡ് പാരന്റിങ് കാണാൻ സാധിക്കുന്ന ഒരു സാധനമാണ് മഹാഭാരതത്തില് മാത്രമല്ല രാമായണത്തിൽ അത് ഗംഭീരമായിട്ടുണ്ട്. ബാഡ് പാരന്റിങ്ങിന്റെ ഏരിയയാണ് രാവണൻ. ഈ കൈകസി എന്ന് പറയുന്ന രാക്ഷസിയുടെ മടിയിൽ തല വെച്ചിട്ട് രാവണൻ അങ്ങനെ കിടക്കുകയാണ്. രാവണോത്ഭവം കഥകളി കണ്ടത് കറക്റ്റായിട്ട് മനസ്സിലാവും. കഥകളിയിലുള്ളത് രാമായണത്തിനടുത്ത് തന്നെയാണ്. അപ്പൊ രാവണോത്ഭവത്തില്
ഈ കൈകസിയുടെ മടിയിൽ ഇങ്ങനെ തല വെച്ചിട്ട് കുട്ടി രാവണനാണ്, ചെറിയ കുട്ടിയാണ്. അദ്ദേഹം ഇങ്ങനെ കിടക്കുന്ന സമയത്ത് ആകാശത്തൂടെ ദിവ്യമായിട്ടുള്ള വിമാനത്തിൽ ഒരു അതിചൈതന്യവാനായിട്ടുള്ള ഒരു ദേവൻ പോകുന്നത് അദ്ദേഹം ശ്രദ്ധിക്കും. അദ്ദേഹം ചോദിക്കും, അമ്മേ ഈ പോകുന്നത് ആരാണ്? അപ്പൊ ഒറ്റ വാക്കിൽ മറുപടി പറയാം, ആരാ പോയത് എന്നുള്ളത്. അങ്ങനെ പറയായിരുന്നു. പക്ഷെ കൈകസി പറഞ്ഞ രീതി മാറിപ്പോയി. കൈകസി പറഞ്ഞത് നിന്റെയൊക്കെ ഗതികേട് നോക്കുന്നതാണ് ആദ്യത്തെ വാക്ക് പറഞ്ഞത്. നീയും ആ പോയ ആളും ഒരേ അച്ഛന്റെ മക്കളാണ്. പോയത് വൈശ്രവണനാണ്, കുബേരനാണ്, വിശ്വാസന്റെ മകനാണ്. നീയും അദ്ദേഹത്തിന്റെ മകനാണ്. നീ കാട്ടില് എന്റെ മടിയിൽ തലയും വെച്ച് ഭക്ഷണം ഇല്ലാണ്ട് ഉറക്കമില്ലാണ്ട് ഇവിടെ ജീവിക്കുന്നു. നിന്റെ ചേട്ടൻ അതാ നല്ല ദിവ്യമായിട്ടുള്ള വിമാനത്തിൽ ലോകത്തുള്ള സമ്പത്തൊക്കെ സൃഷ്ടിച്ച് അദ്ദേഹം എന്താ ഒരു രാജാവിനെ പോലെ വിരാജിക്കുന്നു. നിന്റെ അവസ്ഥ നോക്ക്, നിന്റെ ഗതികേട് നോക്ക്, നീയൊക്കെ ഇങ്ങനെ വന്ന് ജനിച്ചല്ലോ. ഈ ഒരു വിഷാണ് ചെറിയ കുട്ടിയാവുമ്പോ തന്നെ രാവണന്റെ ഉള്ളിലേക്ക് കയറുന്നത്. ഈ അപകർഷതാബോധം, അല്ലെങ്കിൽ ഞാനും ആരും ആയില്ലല്ലോ, ഞാൻ ഈ കുലത്തിൽ വന്ന് ജനിച്ചല്ലോ എന്നുള്ള ഈ ഒരു ചിന്തയിൽ നിന്നാണ് അദ്ദേഹത്തിന്റെ വളർച്ച ഉണ്ടാവുന്നത്. ഈ പാരന്റിങ് ആണ് അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ പ്രശ്നം. ഈ ചൈൽഡ്ഹുഡ് ട്രോമ എന്ന് നമ്മൾ പുതിയ കാലഘട്ടത്തിൽ പറയുന്ന ഒരു സംഭവം. ഉറപ്പായിട്ടും അതിന്റെ ഇരയാണ് രാവണൻ. അദ്ദേഹത്തിന് എത്ര മഹത്വം ഉണ്ടെന്ന് ആലോചിച്ചു. അദ്ദേഹത്തെ പോലെ ശിവഭക്തനായിട്ടുള്ള ആൾക്കാരല്ല. അദ്ദേഹത്തിന്റെ സംഭാവനയാണ് ശിവതാണ്ഡവ സ്തോത്രം, ജടാകടാഹ സംഭ്രമം. നമ്മളെല്ലാവരും മഹാദേവനെ ആരാധിക്കാൻ ഏറ്റവും കൂടുതൽ ചൊല്ലുന്ന ശ്ലോകങ്ങളിൽ ഒന്നാണ് ഈ പറയുന്ന ശിവതാണ്ഡവ സ്തോത്രം. അത് എഴുതിയത് അദ്ദേഹമാണ്. രസവിദ്യ അദ്ദേഹത്തിന് അറിയായിരുന്നു എന്നാണ്. രസവിദ്യ ഇതൊക്കെ അദ്ദേഹം ഗംഭീരമായിട്ട് പാട്ട് പാടുന്ന ആളായിരുന്നു. രാവണന്റെ വീണ വായന ശേഷി വളരെ കൂടുതലാണെന്ന് പറയാം. രാമായണത്തിൽ ഏറ്റവും കൂടുതൽ പാട്ട് പാടുന്ന ശേഷികൾ രണ്ടുപേരുള്ളത്. അവര് രണ്ടുപേരും വലിയ ശത്രുക്കളായിരുന്നുള്ളതാണ് പ്രശ്നം. ഒന്ന് ഹനുമാൻ സ്വാമിയാണ്. ഹനുമാൻ സ്വാമി പാടിക്കഴിഞ്ഞാൽ ലോകത്ത് നാരദന്റെ വീണ പോലും പാറ വെണ്ണ പോലെ അല്ലെങ്കിൽ അതിൽ ഉറച്ചു പോയ കഥയുണ്ട് ഹനുമാൻ സ്വാമി പാടിയ സമയത്ത്. പിന്നെ പാടാൻ സാധിക്കുന്ന ഒരാൾ രാവണനായിരുന്നു. ഈ മരുന്നുകളെ ആൽക്കഹോളിക്കിൽ വെച്ച് ആ പ്രത്യേക പ്രിപ്പറേഷൻ ഉണ്ടാക്കിയതാണ് ഇപ്പൊ അർക്കം, ആ അർക്ക ചികിത്സ. അതിന്റെ മൂലഗ്രന്ഥം എനിക്ക് തോന്നുന്നു അർക്കപ്രകാശമാണ്. അത് എഴുതിയതും രാവണന്റെ സംഭാവനയായിരുന്നു. അതെ, അദ്ദേഹത്തിന് ഒരുപാട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പം മഹാദേവന്റെ ആരാധനാക്രമങ്ങളിൽ പലതും രാവണൻ ചിട്ടപ്പെടുത്തിയതാണെന്നുള്ള വ്യാഖ്യാനങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. എങ്ങനെ ശിവനെ പൂജിക്കണം എന്നുള്ളത്. പ്രദോഷത്തിന്റെ പലതരത്തിലുള്ള വേർഷൻസിൽ, പ്രദോഷം ആചരിക്കുന്ന പല വേർഷൻസിൽ നോർത്തിലൊക്കെ രാവണന്റെ സിസ്റ്റം ഫോളോ ചെയ്യുന്ന ആൾക്കാർ ഇന്നുണ്ട്. എങ്ങനെ മഹാദേവനെ ആരാധിക്കണം എന്നുള്ളത് രാവണന്റെ സമ്പ്രദായം ഉണ്ടായിരുന്നു. അത് ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ്. ഈ രാവണന്റെ ഒരു സിദ്ധ ചികിത്സയുണ്ട്. സിദ്ധയിൽ രാവണന്റെ ഭാഗം ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. രാവണൻ അഗസ്ത്യ മഹർഷി ചിട്ടപ്പെടുത്തിയതും രാവണന്റേതായിട്ടുള്ള അദ്ദേഹം വലിയ അറിവുള്ള ആളായിരുന്നു. അദ്ദേഹം ആ അറിവിനെ ഇല്ലായ്മ ചെയ്തതിന്റെ ബ്രഹ്മഹത്യാഭാവമാണ് രാമനുണ്ടായത്. അല്ലാതെ വിശ്വാസത്തിന്റെ പുത്രനായിട്ടുള്ള ബ്രാഹ്മണന്റെ തേജസ്സുള്ള രാവണനെ വധിച്ചതിന്റെ പേരിലല്ല ഭഗവാൻ രാമേശ്വരത്ത് പ്രതിഷ്ഠ നടത്തുന്നത്. ഇത്രയും അറിവാണ് ഒരാളിൽ നിന്ന് പോയത്. അയാളെ അത്ര അറിവുള്ള ഒരാളെ വധിച്ചത്. ആ അറിവിനെ കൊന്നതിന്റെ, അറിവ് മരിക്കുന്നില്ല എങ്കിൽ പോലും ആ അറിവ് ഹോൾഡ് ചെയ്യുന്ന ഒരാളെ വധിച്ചതിന്റെ ബ്രഹ്മഹത്യാഭാവമാണ് രാമനുണ്ടായതെന്നാ പറയാ. അതിന് പരിഹാരാർത്ഥാണ് അദ്ദേഹം രാമേശ്വരത്ത് ശിവപ്രതിഷ്ഠ നടത്തിയതെന്നാണ് കഥ. അല്ലാണ്ട് നമ്മളിപ്പോഴും വ്യാഖ്യാനിക്കുക രാവണന്റെ മകനായിരുന്നു, അതുകൊണ്ട് ബ്രഹ്മഹത്യ ഉണ്ടായി, അത് മാറാനായി ഭഗവാൻ ശിവനെ പ്രതിഷ്ഠിച്ചു. അങ്ങനെയല്ല, ആ അറിവിനെ ഇത്ര ബഹുമാനിക്കുന്ന ആളായിരുന്നു. പല വേർഷൻസിൽ ഞാൻ കണ്ടുള്ളത് രാവണൻ ഇന്ദ്രജിത്ത് വീഴുമ്പോഴാണ് അത്ര രാവണൻ യുദ്ധത്തിന് വരുന്നത്. ഈ രാവണനെ കണ്ടിട്ട് ഭഗവാൻ പോലും ഇത്ര തേജസ്സുള്ള ഈ മഹാത്മാരാണെന്ന് പോലും സാക്ഷാൽ രാമന് തോന്നിയിട്ടുണ്ട് എന്നുള്ള വേർഷൻസ് ഞാൻ കേട്ടിട്ടുണ്ട്. കാരണം രാവണൻ എന്ന് പറഞ്ഞാൽ ശിവഭക്തി കൊണ്ട് ഉണ്ടായിട്ടുള്ള ഒരു തേജസ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ഇത്രയും ശാപങ്ങൾ കിട്ടിയിട്ട് അദ്ദേഹം വീഴാമെന്ന് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ മഹാദേവന്റെ ആ ഒരു കൃപ, അല്ലെങ്കിൽ മഹാദേവന്റെ അനുഗ്രഹം, ശിവഭക്തി കൊണ്ടുള്ള സാധന കൊണ്ട് അദ്ദേഹം നേടിയെടുത്ത ചൈതന്യത്തിലാണ് അദ്ദേഹം വീഴാതെന്നതെന്ന്. അല്ലെങ്കിൽ ഇത്രയൊക്കെ ശാപം കിട്ടിയ ആൾക്കാർ എന്നോ ഭസ്മായിട്ടുണ്ടാവും. പക്ഷെ ആ ശിവപൂജയിലൂടെയും ശിവഭക്തിയിലൂടെയും അദ്ദേഹം ഉണ്ടാക്കിയെടുത്തിട്ടുള്ള സാധന ഇങ്ങനെ കുറഞ്ഞു വന്ന് അതിന്റെ ഏറ്റവും അവസാനത്തെ ഘട്ടത്തിലാണ് അദ്ദേഹം സീതാപഹരണത്തിലേക്ക് പോകുന്നതും പിന്നീട് ഭഗവാന്റെ കൈ കൊണ്ടുള്ള ബന്ധം ഉണ്ടാവുകയും ചെയ്തത്. കൊടും അധർമ്മങ്ങളുടെ ഫലമായി ഒരുപാട് എത്രയോ സ്ഥലത്ത് എത്രയോ ആളുകൾ അദ്ദേഹത്തെ ശപിച്ചു. നന്ദി അദ്ദേഹത്തെ ശപിച്ച കഥ പറയാറുണ്ട്, വേദവതിയുടെ ശാപം പറയാറുണ്ട്, അഗ്നിയുടെ 20-25 ശാപം എന്റെ പല കഥകളിലായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അത്രയും ശാപം കിട്ടിയിട്ടുള്ള ആളായിരുന്നു അദ്ദേഹം. അപ്പൊ അതുകൊണ്ട് പലയിടത്തും വാനരന്മാരുടെ ശാപം, ഞങ്ങളുടെ കുലത്തിൽപ്പെട്ട ഒരാളുടെ കൈകൊണ്ട് തന്നെ നിന്റെ മരണം ഭാവിയിൽ ഉണ്ടാവട്ടെ എന്നൊക്കെയുള്ള പല വേർഷൻസും കേട്ടിട്ടുണ്ട്. അപ്പോ അതുകൊണ്ട് ഈ എപ്പോഴും പറയാറുള്ളതാണ്, ദാരികാവതം പാട്ടില് ദാരികൻ വരം വാങ്ങിയിട്ട് പോണ സമയത്ത് ഈ വേതാളവും ദേവിയും ഒക്കെ ദാരികനെ അനുഗ്രഹിക്കാനായിട്ട് പോത്രേ. അപ്പോ ദാരികൻ ഇവരൊക്കെ കളിയാക്കും, നിങ്ങളൊക്കെ അനുഗ്രഹം കിട്ടുന്നത് എനിക്ക് വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോഴൊക്കെ ഇവർ ഓരോരുത്തരായിട്ട് ശപിക്കുന്നുണ്ട്, വേദവൻ ശപിക്കുന്നുണ്ട്, നാളെ ഞാൻ വാഹനമായിട്ട് വന്നിട്ട് ഒരു നിന്നെ കൊല്ലും, ദേവി ഞാൻ തന്നെ നിന്നെ കൊല്ലും. അങ്ങനെ പല ശാപങ്ങൾ കിട്ടുന്നതായിട്ട് ദാരികാവതം കളമ്പാട്ടില് പറയാറുണ്ട്. അതേപോലെ ഈ പറഞ്ഞ ശാപങ്ങളൊക്കെ കിട്ടിയിട്ട് ആ ശാപങ്ങളൊക്കെ അനുഭവിക്കാൻ ഒരു കാലം ഉണ്ടായതാണ് അദ്ദേഹത്തിന്റെ അവസാനത്തെ കാലം എന്നാ പറയാ. പല കഥകളിലും കേട്ടുള്ളത് 20,000 വർഷമാണ് അദ്ദേഹത്തിന്റെ ആയുസ്സെന്നാണ്. 19,999 കൊല്ലം അദ്ദേഹം നിലനിന്നു ശിവഭക്തിയുടെ പേരിൽ. അവസാനത്തെ ആ ഒരു വർഷം ഉണ്ടല്ലോ,
ആ ഒരു വർഷമാണ് ഈ കണ്ട സംഭവങ്ങളൊക്കെ ഉണ്ടാവുന്നത്, അദ്ദേഹത്തിന് മരണം ഉണ്ടാവുന്നു. അപ്പോ ഇത് പല ആളുകൾക്ക് അറിയാത്തൊരു കാര്യമാണ്. 13 വർഷം സീതയും രാമനും കാട്ടിൽ ഹാപ്പി ആയിരുന്നു. 14ാമത്തെ വർഷം തുടങ്ങുന്ന സമയത്താണ് സീതാപഹരണം ഉണ്ടാവുന്നത്. അല്ലാണ്ട് ഭഗവാൻ സീതയെ തിരഞ്ഞ് 5-6 കൊല്ലം നടന്നിട്ടൊന്നുമില്ല. ഒരു വർഷമാണ് രാമായണ കഥ എന്നുള്ള കഥയിൽ നമ്മൾ കാണുന്ന കഥ. അതായത് സീതാപഹരണം ഉണ്ടാവുന്നതും പിന്നീടുള്ള കാലങ്ങളും ഒരു വർഷക്കാലം സംഭവിച്ചത്. കാരണം 14 വർഷം പൂർത്തിയായതിന് പിറ്റേ ദിവസം എത്തിയില്ല എന്നുണ്ടെങ്കിൽ ഭരതൻ അഗ്നിപ്രവേശം ചെയ്യുന്നുള്ള വാക്ക് കൊടുത്തിട്ടുണ്ട് ഭഗവാൻ. അപ്പോ 2 ചലഞ്ചസ് ഒരേ സമയമുള്ളത്. ഒന്ന്, ഈ 14 വർഷം തീർന്നതിന് മുമ്പ് തിരിച്ച് സീതയെ കൊണ്ട് അയോധ്യയിൽ എത്തണം, ഇല്ലെങ്കിൽ ഭരതൻ കൂടി പോകും. അത് ഭഗവാൻ അതിൽ നോക്കിക്കാണെന്ന് വെച്ചാൽ ഭരതനാണ് ഇപ്പൊ പാതക പട്ടാഭിഷേകം ചെയ്തിട്ട് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം അയോധ്യയിലേക്ക് പോലും പോയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. മറ്റൊരു അതിർത്തി ഭാഗത്ത് ഇരുന്നുകൊണ്ട് പട്ടാഭിഷേകം പാതുകത്തിൽ നടത്തി, പാതുകത്തിന്റെ ദാസനാണ് ഞാൻ എന്നുള്ള ഭാവത്തിൽ രാമന് വേണ്ടി ഭരതൻ രാജ്യം ഭരിച്ചു എന്നാണ്. ആ സമയത്ത് ഇനി അങ്ങ് 14 വർഷം കഴിഞ്ഞിട്ട് വന്നില്ലെങ്കിൽ ഞാൻ അഗ്നിപ്രവേശം ചെയ്യുന്നു കാട്ടിൽ പോയിട്ട് ഭഗവാൻ വാക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോ ഭരതൻ പോയി കഴിഞ്ഞാൽ പിന്നെ ആര് രാജാവും? പിന്നുള്ളത് ശത്രുഘ്നും ലക്ഷ്മണനാണ്. അവരാണെങ്കിലും സ്വീകരിക്കില്ല, രാജ്യ അനാഥാവും. അതുകൊണ്ട് 14ാമത്തെ വർഷം പൂർത്തിയാക്കുമ്പോൾ തിരിച്ചെത്തിയേ പറ്റുള്ളൂ ഭഗവാൻ. അവിടെയും ഭഗവാന്റെ ധർമ്മബോധമാണ് കാണുന്നത്. കാരണം രാജ്യം പരിപാലിക്കേണ്ട ധർമ്മം അദ്ദേഹത്തിന് ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഈ ധർമ്മബോധത്തെ മുറുകെ പിടിക്കാനായിട്ട് അദ്ദേഹം ചെയ്ത കാര്യങ്ങളൊക്കെ നമ്മൾ രാമായണത്തെ കൂടുതൽ മനസ്സിലാക്കിയാലാണ് പറയാൻ സാധിക്കുള്ളൂ. അപ്പൊ നോക്കൂ, ഞാൻ മനസ്സിലാക്കുന്നത് വരുണനെ പോലും ഇപ്പൊ സേതുബന്ധന്റെ സമയത്ത് ഭഗവാൻ വ്രതം എടുത്തിട്ട് വരുണന്റെ പ്രാർത്ഥനയ്ക്ക് ഭഗവാൻ ഇരിക്കുന്നതായിട്ട് രാമായണം പറയുന്നുണ്ട്. അദ്ദേഹം എന്തൊക്കെ വ്രതമാണോ എടുക്കേണ്ടത് അതൊക്കെ വ്രതം എടുത്തിട്ട് കാത്തിരുന്നിട്ട് പോലും വരുണം പ്രത്യക്ഷമാകുന്ന സമയത്ത് അത്രേ ഭഗവാൻ അസ്ത്രം എടുത്തിട്ട് വരുണനെ വറ്റിച്ചു കളയാനായിട്ടുള്ള ഭാവത്തിൽ കോപത്തോടു കൂടി വരുണന് നേരെ അസ്ത്രം പ്രയോഗിക്കാൻ വേണ്ടി നോക്കുന്നത്. അപ്പോ അല്ലെങ്കിൽ ഭഗവാൻ നാരായണനാണ്, വരുണ അവിടെ വരൂ എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. അദ്ദേഹം ചെയ്തിട്ടില്ല. ഒരു മനുഷ്യൻ വരുണനെ പ്രസാദിപ്പിക്കാൻ എന്താണോ ചെയ്യേണ്ടത് അത് സാധാരണ രീതിയിൽ വ്രതമൊക്കെ എടുത്ത് പ്രാർത്ഥനയൊക്കെ ചെയ്ത് അങ്ങനെ പോയ ഒരാളാണ് ശ്രീരാമസ്വാമി. അല്ലെങ്കിൽ അദ്ദേഹത്തിന് സാധാരണ വെറുതെ ഇങ്ങനെ സ്മരിച്ചാൽ മതിയായിരുന്നു, വരുണ ഇവിടെ വരൂ, അദ്ദേഹം നാരായണ. ആ രീതിയൊന്നുമില്ല. ഒരു സാധാരണ മനുഷ്യൻ പണ്ട് ഇപ്പൊ കൃഷ്ണാവതാരത്തിൽ ഇത് കാണാം. ജാമ്പവതിക്ക് വേണ്ടിയിട്ട് ഭഗവാൻ ഉപമന്യു മഹർഷിനെ കണ്ട് ഒരു സൽപുത്രൻ ഉണ്ടാവാനുള്ള വരം അല്ലെങ്കിൽ വ്രതരീതി അനുഷ്ഠിക്കാനുള്ളത് എങ്ങനെയാണ് പറഞ്ഞു തരണമെന്ന് പറയുന്ന സമയത്ത് ഉപമന്യു ഭഗവാനോട് പറയുന്നുണ്ട്, ഭഗവാനെ അങ്ങ് സ്വയം നാരായണനാണ്, അങ്ങേക്ക് കരുതി കഴിഞ്ഞാൽ എന്താണോ സാധിക്കാത്തത്, അതുകൊണ്ട് അങ്ങ് വെറുതെ ഒന്ന് സ്മരിച്ചാൽ തന്നെ മഹാദേവന്റെ പ്രാപ്തി അദ്ദേഹത്തിന് ഉണ്ടാവുമല്ലോ, അങ്ങക്ക് നേരിട്ട് മഹാദേവനോട് പറയാലോ. അപ്പൊ ഭഗവാൻ പറയണം അതിന്റെ ആവശ്യമില്ല, ഞാനിപ്പോ ഒരു മനുഷ്യ ശരീരത്തിലായിരിക്കുന്നത്, ഒരു മനുഷ്യനായിട്ട് ജനിച്ച ആള് ഇങ്ങനെ ചെയ്യാനായിട്ട് എന്ത് വ്രതമാണ് എടുക്കേണ്ടത് അത് ഞാൻ എടുക്കും. കാരണം എന്നെ കണ്ടു വേണം ബാക്കിയുള്ളവർ പറയാൻ. ഇല്ലെങ്കിൽ ആൾക്കാർ എന്ത് പറയും, അദ്ദേഹം ഭഗവാനായതുകൊണ്ട് അദ്ദേഹത്തിന് മഹാദേവനോട് ഈസി ആക്സബിൾ ആയിരുന്നു, അതുകൊണ്ട് അദ്ദേഹത്തിന് നടന്നു, നമുക്കൊന്നും നടക്കാൻ പോകുന്നില്ല. അതല്ല, അത് വേണ്ട. അത് ആ ഒരു ചിത്രപ്പേര് ഭഗവാൻ ഉണ്ടാവരുത് താല്പര്യം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു മനുഷ്യൻ എന്ത് വ്രതം എടുത്താൽ ഒരു സൽപുത്രൻ ഉണ്ടാവും, ആ രീതി എനിക്ക് പറഞ്ഞുതരും അങ്ങനെ പറയുന്നു. അത് ഭഗവാൻ എല്ലാ അവതാരങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. വിശേഷം കാണാൻ സാധിക്കുക രാമാവതാരത്തിലാണ്. ഇതൊക്കെ പുതിയ തലമുറയിലുള്ള കുട്ടികൾ നോക്കിക്കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് അതിനുള്ള മെറ്റീരിയൽസ് ഉണ്ട്, അതിനുള്ള ഓപ്ഷൻസ് അവർക്ക് അവൈലബിൾ ആണ്, ഇന്റർനെറ്റിന്റെ അവൈലബിൾ എന്ന് കൂടുതലാണ്. ഇതൊക്കെ ഉള്ള ഒരു സമയത്ത് രാമായണത്തെ പണ്ടുള്ളതിനേക്കാൾ കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഞാനിപ്പോൾ എടുത്ത് പറയാനുള്ള കാരണം, ഇന്നലെ ഞാൻ കുമാരനെല്ലൂർ ക്ഷേത്രത്തിൽ പോയ സമയത്ത് എല്ലാവരുടെയും ഒരു ധാരണ അവിടെ ഭഗവതി സത്യമായിട്ടുണ്ട്. പക്ഷെ അവിടെ ഇന്ത്യയിലെ 14 കേന്ദ്രങ്ങളിൽ ഒന്നാണ് കുമാരനെല്ലൂർ ക്ഷേത്രം. അവിടെ അതിഗംഭീരമായിട്ടുള്ള താളിയോല ശേഖരമുണ്ട്. 2000 വർഷങ്ങൾക്ക് മുമ്പ് 1000 വർഷങ്ങൾക്ക് മുമ്പൊക്കെയുള്ള താളിയോലകളാണ് അവിടെ ഇരിക്കുന്നത്. ഈ താളിയോലകൾ ഡോക്യുമെന്റ് ചെയ്തുകൊണ്ടിരിക്കുക ഇപ്പൊ. കാരണം കുറച്ചു കാലം കഴിഞ്ഞാൽ ഓൾറെഡി അത് പൊടിഞ്ഞു പോരായി. ഇപ്പൊ അത് കേന്ദ്ര സർക്കാർ പ്രധാനമന്ത്രിയുടെ പ്രത്യേകമായിട്ടുള്ള ഒരു ഇനീഷ്യേറ്റീവ് കൊണ്ട് കൂടിയിട്ട് എത്രയോ 2 ലക്ഷം ഗ്രന്ഥങ്ങൾ അദ്ദേഹം ഡിജിറ്റലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം ശ്രമം നടത്തിക്കൊണ്ടിരിക്കുക പ്രധാനമന്ത്രി. അതിന്റെ എക്യുപ്മെന്റ്സ് ഒക്കെ കൊണ്ടുവന്ന് അവിടെ വെച്ചിട്ട് ഇപ്പൊ ഡിജിറ്റലൈസ് ചെയ്തുകൊണ്ടിരിക്കുക. ഞാനിത് പറഞ്ഞത് വെച്ചാൽ ഈ ഡിജിറ്റലൈസ്ഡ് ആയിട്ടുള്ള കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നത്. ഇത് ഇനി അവൈലബിൾ ആവും. ഈ ഓരോ ഗ്രന്ഥങ്ങളും ഇനി വരാൻ പോകുന്ന തലമുറയ്ക്ക് അതിന്റെ ഫിസിക്കൽ ഗ്രന്ഥം ഇല്ലാന്നുണ്ടെങ്കിലും അത് അവൈലബിൾ ആവും. ആ അവൈലബിലിറ്റി എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ കൂടുതൽ മനസ്സിലാക്കാനാണ്. ആധികാരികമായിട്ട് നമുക്ക് പറയാൻ സാധിക്കും. ഇങ്ങനെയല്ല അതിൽ പറഞ്ഞിട്ടുള്ളതെന്ന് വിത്ത് ഡോക്യുമെന്റ് പറയാനുള്ള ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കണം. നിങ്ങളുടെ രാമൻ ഇങ്ങനെയല്ലേ എന്ന് ചോദിക്കുന്ന സമയത്ത് ഞങ്ങളുടെ രാമൻ ഇങ്ങനെ അല്ല എന്ന് പറയാൻ ആധികാരികമായിട്ട് സാധിക്കും. അതിന്റെ ഒരു പ്ലസ് പോയിന്റ് ഇന്ന് തലമുറയ്ക്കുണ്ട്. പണ്ട് ഇതുണ്ടായിരുന്നില്ല. പണ്ട് അറിവിന്റെ വിനിമയം കുറവായിരുന്നു. നമുക്ക് പലപ്പോഴും രാമായണം പറഞ്ഞുതരാൻ പോലും ആൾക്കാരില്ലാതിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്ത്യൻ എഴുത്തച്ഛനടക്കം മലയാള ഭാഷയിലേക്ക് രാമായണത്തെ വ്യാഖ്യാനിച്ചതിന് അദ്ദേഹത്തിന് വലിയ ക്രൂര പീഡനങ്ങളൊക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ട് സാമൂഹിക കാലത്ത്. കാരണം സംസ്കൃതം എന്നുള്ള ഭാഷയിൽ ഇത് വേണ്ട ആൾക്കാർ കേട്ടാൽ മതി എന്നുള്ള താല്പര്യം. അദ്ദേഹത്തിന്റെ ഒരു ജീവൻ പോലും പണയം വെച്ച് അദ്ദേഹം നടത്തിയ ശ്രമമാണ് എന്റെ കുട്ടികൾ എന്റെ ഭാഷയിൽ രാമായണം പഠിക്കട്ടെ എന്ന് കരുതിയിട്ട് ആ മനുഷ്യനെ എഴുതിയിട്ടുള്ളതാണ് അദ്ദേഹം രാമായണം കളിപ്പാട്ടം. അത്ര വലിയൊരു പാരമ്പര്യമുള്ളത്. കാരണം ഇതൊന്നും ലഭ്യമായിരുന്നില്ല ആളുകൾക്ക്. അപ്പോ ഇന്ന് അതിന്റെ ലഭ്യത കൂടി. ഇന്ന് നമുക്ക് താല്പര്യമുള്ള ഏതൊരു മനുഷ്യനും ഇത് മനസ്സിലാക്കാനുള്ള മെറ്റീരിയൽസ് ഇന്ന് അവൈലബിൾ ആണ്. അതുകൊണ്ടാണ് ഞാൻ എല്ലാ പ്രഭാഷണങ്ങളും പറയാറുണ്ട്, നമ്മൾ ഈ ധർമ്മത്തിൽ വന്ന് ജനിച്ചതിന്റെ പേരിൽ ഒരാളുടെ മുമ്പിലും തലകുനിച്ച് നിൽക്കേണ്ട അവസ്ഥ നമുക്ക് വരാൻ സാധിക്കാത്ത അത്രയും വലിയ സമ്പത്ത് ഈ ധർമ്മത്തിനുണ്ട്, മെറ്റീരിയൽസ് ഉണ്ട്.
അത് മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിക്കുക എന്നുള്ളതേ വേണ്ടു. എനിക്ക് തോന്നുന്നു ഒട്ടനവധി ഗ്രന്ഥങ്ങൾ വിദേശത്തേക്ക് കടത്തപ്പെടുകയും ഒരുപാട് നഷ്ടപ്പെടുകയും ചെയ്തിട്ടും ഇപ്പോഴും ഒരുപാട് ഗ്രന്ഥങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അതിനെ ഇങ്ങനെ ഡിജിറ്റലൈസ് ചെയ്ത് സൂക്ഷിക്കുക എന്ന് പറയുമ്പോൾ ഒരുപാട് ഗവേഷണങ്ങൾ നടത്താനും പുതിയ പുതിയ കാര്യങ്ങൾ, പുതിയ പുതിയ പ്രോഡക്റ്റുകൾ, ഞാൻ പ്രോഡക്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് സ്പിരിച്വലി തന്നെ നിൽക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മാനവരാശിയുടെ നല്ല കാര്യത്തിന് വേണ്ടി കൊണ്ടുവരാൻ നമുക്ക് കഴിയും. തീർച്ചയായിട്ടും. ഇപ്പൊ ഞാൻ തന്നെ ഇന്നലെ അവിടെ പോയ സമയത്ത് എനിക്ക് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ കാണുന്നത് അതിന്റെ പഴയ ഫോട്ടോസ് ആണ്. കുമാരനെല്ലൂർ ദേവീക്ഷേത്രത്തിന്റെ ഓഫീസ് റൂമിൽ നിന്ന് കിട്ടിയ കുറെ ഓലകൾ കൂട്ടിയിട്ടൊരു ഫോട്ടോ ആണ്. നമ്മൾ വിചാരിക്കുക, അവരും വിചാരിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അമ്പലത്തിലെ കണക്കുകൾ പണ്ട് കാലത്ത് എഴുതി വെച്ചാൽ അല്ല, അതിന്ന് കിട്ടിയിട്ടുള്ള ഗ്രന്ഥങ്ങൾ അത് ഡോക്യുമെന്റ് ചെയ്തിപ്പോൾ ഇന്ന് കാണുന്നത് ഭാഗവത്തിലെ ചികിത്സാ രീതികളെ കുറിച്ചുള്ള ഗ്രന്ഥം നിങ്ങൾക്ക് അവിടെ കാണാം. രാമായണത്തിലെ വൃത്തങ്ങളെ കുറിച്ച് ആ കാലഘട്ടത്തിൽ എഴുതിയിട്ടുള്ള ഒരു ഡോക്യുമെന്റ് കാണാം. അത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഈ ഓല മേയാൻ വേണ്ടി ഇട്ടിരിക്കുന്ന ഓലയെന്നാണ് ആദ്യം കണ്ടാൽ തോന്നുന്നത്. പക്ഷെ അത് ഇന്ന് കാറ്റഗറൈസ് ചെയ്ത് ഡിജിറ്റലൈസ് ചെയ്ത് എന്താണെന്ന് മനസ്സിലാക്കി അതിൽ 50ഓളം ഗ്രന്ഥങ്ങൾ ഇപ്പോൾ വായിക്കാൻ പറ്റിയിട്ടുള്ളൂ. ബാക്കി അവർ ഡോക്യുമെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ പുൽത്തൈലവും കൺമഷിയും ചേർത്തിട്ടുള്ള ഒരു മിശ്രിതം അതിന്റെ മുകളിലൂടെ അടിച്ചു കഴിഞ്ഞാൽ ഈ മങ്ങിപ്പോയിട്ടുള്ള എഴുത്തുകൾ തെളിഞ്ഞു വരും. ആ തെളിഞ്ഞു വരുന്നത് അറിയാവുന്ന ഒരു മഹാത്മാവിന്റെ പേര് അവർ പറഞ്ഞു. അദ്ദേഹമാണ് അത് വായിക്കുന്നത്. അപ്പോൾ എത്ര വലിയൊരു സമ്പത്താണ് നമ്മളെ കാത്തിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിന്റെ അവൈലബിലിറ്റി കൂടുന്ന സമയത്ത് അതിന്റെ പ്ലസ് പോയിന്റ് കിട്ടാൻ പോകുന്ന ഈ ധർമ്മത്തിനാണ്. കാരണം മെറ്റീരിയൽസിന്റെ ബേസിൽ സംസാരിക്കുക, ആധികാരികമായിട്ട് സംസാരിക്കാനുള്ള ഒരു ശേഷി പുതിയ തലമുറയ്ക്ക് കൊടുക്കാനുള്ള ഒരു മെറ്റീരിയൽ ഡെപ്പോസിറ്റ് ഇന്നത്തെ കാലത്ത് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ കാലത്തിന്റെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് ആയിട്ട് ഞാൻ കാണുന്നത്. തീർച്ചയായിട്ടും. എന്തായാലും ഈ രാമായണ മാസാരംഭത്തിൽ തന്നെ നല്ലൊരു മനോഹരമായ ഒരു പോഡ്കാസ്റ്റ് ഇരിക്കാൻ, അങ്ങയോടൊപ്പം ഇരിക്കാൻ കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് തിരക്കിനിടയിലും നമ്മോടൊപ്പം ഈ ഒരു പോഡ്കാസ്റ്റിന് വേണ്ടിയിട്ട് വന്നതിൽ ബോധിക്ക് വേണ്ടിയും ഞാൻ നന്ദി പറയാണ്. ഒരുപാട് താങ്ക് യു.